ഒരു വർഷം മാറുമ്പോൾ പിന്നെ ഹമീദ് സാർ പൊതുവിൽ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്താറുണ്ട്. ലോകം 2023 ലോകരാജ്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു ഗ്ലോബലി നമ്മൾ ഒക്കെ പെട്ടെന്ന് മനുഷ്യൻ്റെ കയ്യെത്തും ദൂരത്താണല്ലോ കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ശരിക്കും എങ്ങനെയാണ് അതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്? നമുക്ക് മൊത്തത്തിൽ ലോകത്തെ നമ്മളിങ്ങനെ ഒരു ക്യാൻവാസിൽ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാണാവുന്നൊരു ചിത്രം പലതും ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിശക്തമെന്ന് കരുതിയിരുന്ന ഭരണകൂടങ്ങൾ, വളരെ ആഴത്തിൽ വേരുണ്ട് എന്ന് കരുതിയിരുന്ന ആശയങ്ങൾ, സംസ്കാരങ്ങൾ, സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ദൗർബല്യങ്ങൾ കൂടുതൽ പ്രകടമാകുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ മുകളിൽ എന്തായാലും ശക്തമായ അധീശത്വമുള്ളൊരു രാജ്യമായിരുന്നു അമേരിക്ക. പക്ഷേ ഇന്നത്തെ അമേരിക്കയെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട അത്രയും ഒരു ശക്തികൾ അമേരിക്കയായിട്ട് തോന്നുന്നില്ല. അവിടെ തന്നെയുള്ള ഭരണകൂടത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രംപ് മാറി ജോ ബൈഡനിലേക്ക് വരുന്നു. വീണ്ടും എന്താ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സർവേകളിൽ ട്രംപിനാണ് കൂടുതൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്. വെച്ചാൽ ബൈഡൻ ഒരു ശക്തനായ ഭരണാധികാരിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, ലോകത്തിന് മുൻപിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പഴയ ശക്തി കാണുന്നില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ റഷ്യ പുട്ടിൻ്റെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ ഒരു സൈനിക ശക്തിയാണ്, അതുപോലെ തന്നെ ഒരു കടുത്ത രാഷ്ട്രീയ ശക്തിയായി കൂടെ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഉക്രൈനെ ആക്രമിക്കുന്നതോടെ ഒരു ഭാഗത്ത് അതിൻ്റെ സൈനിക ദൗർബല്യങ്ങൾ പ്രകടമായി. ഒപ്പം പഠനങ്ങൾ പറയുന്നത് ഈ സോവിയറ്റ് റഷ്യ പിളർന്നിട്ട് പല കഷ്ണങ്ങളായി മാറിയപ്പോൾ അതിനകത്ത് കുറച്ച് രാജ്യങ്ങളൊക്കെ മറ്റു പക്ഷത്തേക്ക് പോയെങ്കിലും റഷ്യയോട് ഒട്ടു നിന്നിരുന്ന രാജ്യങ്ങളുണ്ട്. ഈ ഒട്ടു നിന്നിരുന്ന രാജ്യങ്ങളിലും റഷ്യയ്ക്ക് സ്വാധീനം കുറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈ റഷ്യയോടുള്ള താല്പര്യം കുറയുന്നു എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് റഷ്യ ദുർബലമാകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് നമ്മൾ. ഇത് ഈ ഒരു വൻശക്തികളിൽ മാത്രം കാര്യം. ഇപ്പോൾ ഇസ്രായേൽ എടുത്ത് നോക്കും, നമുക്കറിയാം വലിയ മനുഷ്യക്കുരുതി. ഇപ്പോൾ കാണാതായ ആളുകളെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 30,000-ത്തിലധികം ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഒരു ഭാഗത്ത് ഗസയിൽ. പക്ഷേ ഈ സ്വതന്ത്ര ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്, പട്ടാളക്കാർ കൊല്ലപ്പെട്ടത് ഈ യുദ്ധത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഇറാനെ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യയെപ്പോലുള്ളൊരു മഹാശക്തിയോടൊന്നും ഏറ്റുമുട്ടിയത് ഒരു പ്രദേശത്ത് മാത്രമുണ്ട് എന്ന് കരുതിയിരുന്ന ഒരു ചെറിയ ശക്തിയോട്. പക്ഷേ അവരെ ഇപ്പോഴും കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇന്ന് രാവിലെ പോലും നമ്മൾ വാർത്ത കേട്ട് കഴിഞ്ഞതാണ്, വീണ്ടും കൊടുക്കാൻ ചെയ്തു റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്നുള്ളത്. ഇത് ഈ രീതിയിൽ നമ്മൾ പിന്നെ വൻശക്തികൾക്കിടയിലുള്ള സൈനികതകൾ വേറൊന്നെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ജർമ്മനി കുറച്ചുകൂടെ ശക്തമാണെന്ന് നമുക്ക് പറയാം. ഈ രാജ്യങ്ങൾ, പല യൂറോപ്യൻ രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഭരണകൂടങ്ങൾ ദുർബല ഭരണകൂടങ്ങളാണ്. ചെറിയ നേരിയ ഭൂരിപക്ഷത്തിനാണ് പല സർക്കാരുകളും നിലകൊള്ളുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും വിവിധ ആശയങ്ങൾ ഉണ്ടായി എന്നുള്ള നല്ലൊരു പ്രശ്നം. ഞാൻ നിരീക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂറോപ്പിനെ സംബന്ധിച്ചോളം നവോത്ഥാനത്തിലൂടെ ഉണ്ടായി വന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം അവിടെ പിന്നെ മനുഷ്യനായി പരിഗണിക്കണമെന്നുള്ള ഒരാശയമായിരുന്നു. അപ്പോൾ അതിൻ്റെ മറുവശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റേസിസത്തിൻ്റെ പേരിലുള്ള, ഇത് വർണ്ണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ പേരിലൊക്കെ മാറ്റപ്പെടുന്ന ആളുകളെ കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഇത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലിബറൽ ആശയങ്ങൾക്ക് മുൻതൂക്കം വരുന്നതോടെ മനുഷ്യന് അവന് നൽകേണ്ട ഡിഗ്നിറ്റി ഇല്ലാതെയാവുകയാണ് ചെയ്തത്. കാരണം മനുഷ്യൻ കേവലം ഒരു മൃഗമാണ്, അവന് മൃഗത്തെക്കാളും വലിയ ഔന്നിത്യമൊന്നുമില്ല. അതിൽ തന്നെയും ദുർബലനായ അല്ലെങ്കിൽ അത്രയൊന്നും പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത വ്യക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വന്നു. ഇതിനിടയിൽ കൂടി ഈ നവലിബറൽ കാഴ്ചപ്പാടിൻ്റെ ഇടയിൽ കൂടെ അതുകൊണ്ട് തന്നെ വീണ്ടും
ഇവർ മാറ്റിവെച്ചു എന്ന് പറയുന്ന റേസിസത്തിനൊക്കെ ബദലായിട്ട് നവഫാസിസവും തീവ്ര വലതുപക്ഷ ആശയങ്ങളും കയറി വരികയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ ഇടയില്ലാത്ത ചില കാര്യങ്ങളാണ്. അപ്പം യൂറോപ്പിലെ തന്നെ ഏറ്റവും എന്താ പറയുക, ഈ സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല സാംസ്കാരികം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഇവിടെയൊക്കെ തന്നെ ഈ നവ ഫാസിസ്റ്റുകൾ അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും നമുക്കറിയാം ഇത് അതിശക്തമായിട്ടുള്ള ഭരണകൂടമൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഇസ്രായേലിനടക്കം ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിലൊക്കെ ഈ കോലിയേഷൻ ഗവൺമെൻറ്റുകൾ വരികയും അവരുടെ ഈ പരസ്പരമുള്ള ബാന്ധവങ്ങളെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയാത്തതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭരണകൂടങ്ങൾ ദുർബലമാകുന്നു, അതിൻ്റെ അടിത്തറകൾ ദുർബലമാകുന്നുണ്ട്. ആശയപരമായിട്ട് കുറേ കൂടെ പ്രാകൃതമെന്ന് വിശേഷിപ്പിക്കേണ്ട ആശയങ്ങളാണ് മുന്നോട്ടിരുന്നത്. ഒരർത്ഥത്തിൽ ആ എൻഡ് ഓഫ് സിവിലൈസേഷൻ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഇപ്പം പല രീതിയിലുള്ള ഇരട്ടത്താപ്പുകൾ ഇത് പിന്നെ കൂടുതൽ പ്രകടമായെങ്കിലും ഒപ്പം തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരിതുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഈ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. പലസ്തീനെ ആക്രമിക്കുന്നതിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ യൂറോപ്പിലുടനീളം ജനങ്ങൾ ഈ ഒരു നിലപാടിൽ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഭരണകൂടങ്ങളുടെ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങളുമായിട്ട് വരും നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത്തരം പ്രതീക്ഷകൾക്ക് സ്ഥാനമുണ്ട്, വേറൊരു ഭാഗത്ത് അതേസമയം തന്നെ ഈ ഈ ലിബറൽ ആശയങ്ങളുടെ, നമുക്കറിയത് ഖുർആൻ കത്തിക്കുക, പ്രവാചകനെ എത്രമാത്രം നിന്ദിക്കാൻ പറ്റുമോ അത് നിന്ദിക്കുക, ഇതിനൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന വർഗീയ ഫാസിസം കയറി വരുന്ന സമയത്ത്, അത് പല രൂപത്തിലും അതിങ്ങനെ പ്രയോഗവൽക്കരിക്കുന്ന സമയത്ത് അതിനെതിരെ നിലപാടെടുക്കേണ്ടിയിരുന്ന ഭരണകൂടങ്ങൾ ശക്തമായ നിലപാടെടുത്തില്ല. അതിലൂടെ സംഭവിച്ചത് എന്താണ്? ഈ പറയുന്ന BJPയും അതിൻ്റെ രാഷ്ട്രീയം മെല്ലെ പൊങ്ങി വന്ന് അവസാന അധികാരത്തിലെത്തി. സമാനമായ ഒരു മാറ്റമാണ് യൂറോപ്പിൽ സംഭവിക്കുന്നത്. ഇവർ കരുതുന്നത് ഈ ലിബറൽ ആശയങ്ങളൊക്കെ മഹത്തരമാണ്, അത് പറയേണ്ടവരൊക്കെ എപ്പോഴും പറഞ്ഞോട്ടെ എന്നാണ്. പക്ഷെ അതിനകത്തുകൂടെ കയറി വരുന്നത് ഇത്തരത്തിലുള്ള പഴയ റാസിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ അത് മതവർഗീയതയാണെന്ന് മാത്രം, പക്ഷെ അത് അവർക്ക് പ്രയോഗിക്കാൻ കഴിയാതെ പോയൊരു സാധനത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പുതിയ രൂപം മാത്രമാണെന്ന് തോന്നുന്നത്. എന്നാൽ വേറൊരു ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല അല്ലേ? അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ഇവിടെ അത് ആകെ എന്ത് ചെയ്തു, താലിബാൻ വൽക്കരിക്കപ്പെട്ടു, അതിൻ്റെ പ്രശ്നങ്ങളാണ് പറഞ്ഞിരുന്നത്. ആ രാജ്യം പക്ഷേ അതിൻ്റേതായ രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സൗദി അറേബ്യ, അവിടെ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും സൗദി അറേബ്യ ഒരു സാമ്പത്തിക മുന്നേറ്റത്തിലാണ്. ഒരു ഭാഗത്ത് ചെറിയ ഒരു പണപ്പെരുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അടുത്തൊരു 10 വർഷത്തേക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തും പിന്നെ അവർ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുകയും അങ്ങനെ ഒരു സാമ്പത്തിക മുന്നേറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവുന്ന രാജ്യമായിട്ടത് മാറി. നാളെ ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതൽ രാജ്യമായിട്ട് മാറി. ദുബായ് എടുത്തിട്ടുണ്ടെങ്കിൽ, ദുബായ് ഇതുപോലെ തന്നെ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു രാജ്യമായിട്ട്, ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട്, അതുകൊണ്ട് യൂറോപ്പിൽ നിന്ന് വരെ ആളുകൾ അവിടെ സ്ഥലം വാങ്ങി വീടുകൾ വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു മാറ്റം ഒരു ഭാഗത്തുണ്ടായിട്ടുണ്ട്. മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ അത് നമ്മൾ ചേർത്ത് വായിക്കുന്നതാണ്, അതായത് നേരത്തെ ഈ മതവർഗീയത ഉപയോഗിച്ച ചില രാജ്യങ്ങൾ, ഇപ്പോൾ മ്യാൻമർ ഇന്ന് പ്രതിസന്ധിയിലാണ്. സ്വന്തം പട്ടാളക്കാർ അവിടുത്തെ അക്രമികളിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിലുണ്ട്. അവർ നമ്മുടെ മണിപ്പൂരിൽ എന്താണ്, ഒരു കൂട്ടം മ്യാൻമറിലുള്ള പട്ടാളക്കാർ അഭയം പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. നേരത്തെ മുസ്ലിങ്ങൾക്കെതിരെ, അവിടുത്തെ പാവപ്പെട്ട റോഹിംഗ്യൻസിനെതിരെ ശക്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള നിലപാടെടുത്തവർ ഇന്ന് ആ ഭരണകൂടം നട്ടം തിരിയാണ്. ശ്രീലങ്കയിലും സമാനമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ലോകമൊരിക്കലും ഇങ്ങനെ ഒരേ അച്ചുതണ്ടിൽ എപ്പോഴും കറങ്ങുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഈ ചരിത്രം മാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും പ്രകടമായി കാണാവുന്ന ഒരു കാര്യം, ലോകത്ത് ദുർബലമായ ഭരണകൂടങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ UN പോലുള്ള സ്ഥാപനങ്ങൾ,
അതൊക്കെ അതിൻ്റെ കൂടുതൽ ദുർബലമായി അതിൻ്റെയൊക്കെ റോളുകളെ നിർവഹിക്കാൻ പറ്റാത്ത വിധം ദുർബലമായിട്ടുണ്ട് എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ലോകരാജ്യങ്ങൾ അതിലൊരു ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, പിന്നെ ഇപ്പോൾ എന്തു സംഭവിക്കാം ലോകത്ത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ചേരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു കാലാവസ്ഥ പൊതുവെ ഈ ഒരു ദുർബലമാകുന്ന സാഹചര്യത്തിൽ നിന്ന് വരും. പിന്നെ വേറൊരു സംഭവം, നമ്മൾ ഈ കഴിഞ്ഞൊരു വർഷം ഓഡിറ്റ് ചെയ്യുമ്പോൾ ലോകത്ത് സംഭവിച്ചൊരു കാര്യം, പിന്നെ ഒരു യൂ ടേൺ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ മാഷ് പറഞ്ഞ ലിബറൽ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതിലൊരുപാട് സിദ്ധാന്തങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജെൻഡർ തിയറി. ഈ ജെൻഡർ തിയറി വളരെ ആവേശത്തോടു കൂടി നടപ്പാക്കിയ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ അതിൽ നിന്ന് തിരിച്ചു പോരുന്ന കാഴ്ച ഈ ഒരു വർഷത്തിൽ നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീവ്രവാദികൾ എന്നുവരെ പറയുന്നൊരവസ്ഥയ്ക്ക് എത്തി. ഒന്ന്. രണ്ടാമത്തത് ജനസംഖ്യൻ്റെ വിഷയത്തിൽ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യങ്ങൾ, ഒരു അമിതാവേശം കാണിച്ച രാജ്യമാണ് ചൈന. ആ ചൈന എന്ന് കരയാണ്. അതേപോലെ കൊറിയൻ ഭരണാധികാരിയാണ് അവരല്ലേ കിം. അതൊക്കെ ഈ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതായത് ജനസംഖ്യ കുറക്കാൻ വേണ്ടി ശ്രമിച്ചു, അവസാനം എന്തായി? അതിൻ്റെ തിക്തഫലം അവരനുഭവിച്ചു. അപ്പോൾ രണ്ടാമത് കുട്ടികളുണ്ടാകാൻ വേണ്ടി ആളുകളോട് ആഹ്വാനം ചെയ്യുന്നു, ജനം അത് അക്സെപ്റ്റ് ചെയ്യണില്ല, അതിൽ ഭരണാധികാരികൾ പ്രതിസന്ധിയിലാകുന്നു. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പവർ മാൻ പവറാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ വരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും എന്താണ്, ആ ഒരു പഴയ കാഴ്ചപ്പാടിലാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. പക്ഷെ നമ്മൾ ആ പഴയ ചൈന എടുത്ത അതേ സ്ട്രാറ്റജി തന്നെ പോവുകയാണെങ്കിൽ ചൈന കരഞ്ഞ പോലെ എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യ. അതേപോലെ തന്നെ ലിബറലിസത്തിൻ്റെ കാര്യത്തിലും ലിബറലിസത്തിൽ നിന്ന് അവർ യൂ ടേൺ എടുത്ത് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ചൂട് പിടിപ്പിക്കുകയാണ്. ഇവിടെ ഭരണകൂടവും പാഠ്യപദ്ധതിയും അനുബന്ധ സംവിധാനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇവരൊക്കെ ഇപ്പോൾ എന്തോ ഒരു പുരോഗമനമാണ് ഈ LGBTQ ആക്ടിവിസം എന്ന നിലക്ക് അതിൻ്റെ പിന്നാലെ കൂടി. അപ്പോൾ അവിടുന്ന് യൂ ടേൺ എടുത്ത് വരുമ്പോൾ പോലും വലിയ പ്രബുദ്ധതയുണ്ടെന്ന് പറയുന്ന മലയാളികൾ അത് കണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. പിന്നെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം പറഞ്ഞല്ലോ, അതിലിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പശ്ചിമേഷ്യയിലുണ്ടായ ഈ ഒരു പ്രശ്നങ്ങൾ, ഗസ അനുഭവിക്കുന്ന, ഫലസ്തീൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ മറ്റു GCC രാഷ്ട്രങ്ങളെ കൂടി അതിലേക്ക് ഭാഗവാക്കാക്കി അവിടെ കൂടി അസ്ഥിരതയുണ്ടാക്കി മൊത്തം അറബ് ലോകത്ത്, അറബ് രാജ്യങ്ങളിൽ ഒരു ആഭ്യന്തരമായ ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കി, പ്രത്യേകിച്ച് സൗദി അറേബ്യയും സ്വസ്ഥമായി ഇരു ഹറമുകളിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിലുമൊക്കെ ഒരു ഭംഗം വരുത്താൻ പറ്റും എന്നതുകൂടി ഈ വിഷയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രതികരിക്കേണ്ടതും അതിനെ നിരൂപണം ചെയ്യേണ്ടതും. അതല്ലാതെ അറബ് ഭരണാധികാരികളെ സംബന്ധിച്ചും ഒക്കെ അവരിതിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു നരേറ്റീവ് കൊണ്ടുവന്ന് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവരാണ് ഇസ്രായേലിനേക്കാളും വലിയ പ്രശ്നം എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ് ഒക്കെ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അത് സത്യസന്ധമല്ല, സതുദ്ദേശപരമല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്. ലോകരാജ്യങ്ങളെയും അവിടുത്തെ രാഷ്ട്രീയങ്ങളെയും പ്രശ്നങ്ങളെയും 2003 പശ്ചാത്തലത്തിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ അഷ്റഫ് അവസാനം സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഫലസ്തീൻ എന്ന വിഷയത്തെ പരാമർശിക്കപ്പെടാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഭീകരമായ കിരാതമായ ആക്രമണങ്ങളിൽ കൂടുതൽ വലിയ പ്രയാസങ്ങൾക്ക് ഫലസ്തീനിലെ ജനത വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളും സിവിലിയന്മാരും പാവപ്പെട്ട ജനങ്ങളും പലതരത്തിലുള്ള പീഡനങ്ങൾ ഈ ഇസ്രായേലിയൻ ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും നന്നായി ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണിത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്.